ഈ കലാവതി ആന്റി എനിക്ക് നന്നായിട്ട് അറിയാം. നന്ദന്റെ അമ്മയുടെ കസിൻ സിസ്റ്ററാ കലാവതി ആന്റി. അപ്പോ നമ്മൾ ഇതിനു മുമ്പേ പരിചയപ്പെടേണ്ടതായിരുന്നു. എന്തായാലും എനിക്കും എന്റെ അനിയത്തിമാർക്കും അമ്മയുടെ സ്ഥാനത്താ കലയമ്മ. ചുരുക്കി പറഞ്ഞ നമ്മളിപ്പോ ബന്ധുക്കളല്ലേ? അതെ. അവര് ഹൈവേ വഴി അല്ല പോയിരിക്കുന്നത്, ഷോർട്ട് കട്ട് എറിയുന്ന പറഞ്ഞത്. നീ വേഗം ഒന്ന് വിട്. എല്ലാ എണ്ണത്തിനെയും ഇന്ന് തീർക്കണം. ആ ദേവികയെ കൊന്നിട്ട് അമൃതയെ നിന്നെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. കേട്ടോ ബി, ഈ നന്ദനും ദേവികയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേരത്തെ വരേണ്ടവരായിരുന്നു. ആ ദേ നന്ദു വന്നു. ദേവി, നന്ദു, നീ പേടിച്ചു പോയോ? പേടിക്കാതെ പിന്നെ. അങ്ങനെ പേടിക്കാതിരിക്കാനല്ലേ ഇവരെ നിന്റെ അടുത്തേക്ക് ഈശ്വരൻ പറഞ്ഞയച്ചത്. ഇവരെ പരിചയപ്പെട്ടതുകൊണ്ട് ഒട്ടും ടെൻഷനില്ലായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പേടിച്ച് ചത്തേനെ. ഹലോ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല. പറഞ്ഞു വരുമ്പോ നമ്മളൊക്കെ സ്വന്തക്കാരാ. സ്വന്തക്കാരോ? ആ അതേ നന്ദു, കലാവതി ആന്റി ഈ അമൃതയുടെ വളർത്തമ്മയാ. പഞ്ചരത്നങ്ങളെന്നൊക്കെ ഇവരെ കുറിച്ച് ഞാൻ ചന്ദ്രോത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, ഈ സ്വന്തം ബന്ധങ്ങളിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആപത്തിൽ ചിലർ സഹായിക്കുന്നത് ബന്ധങ്ങൾ നോക്കിയിട്ടാണോ? അല്ല, അങ്ങനെ ആവാനും പാടില്ല എന്നാണ് എന്റെ ഒരു. എക്സാക്ട്ലി, എന്റെ പോളിസി അത് തന്നെയാ. നമ്മളേതാണ്ട് സെയിം വൈവാണല്ലോ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് തുടക്കമിടാൻ ഒരു ട്രീറ്റ് നടത്തിയാൽ കൊള്ളാന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ അവസ്ഥ ഇവള് പറഞ്ഞിരിക്കുമല്ലോ. ഈ അവസ്ഥയൊക്കെ മാറുന്ന എന്താ? ട്രീറ്റൊക്കെ ആ സമയത്ത് മതി. എന്താ? ആ പിന്നെ വിശേഷ അവസരങ്ങൾ എന്ത് തന്നെ ആയാലും പഞ്ചരത്നവും മാസ്റ്റർ ഷെഫ് കാറ്ററിംഗും മറക്കണ്ട, കേട്ടല്ലോ? ഹലോ മാഷെ, ആള് മാർക്കറ്റിംഗ് പിടിക്കാൻ നോക്കുന്നതല്ല കേട്ടോ. ശരിക്കും ശരിയാണെന്ന് തോന്നുന്നവരെ ചേർത്ത് നിർത്തുന്ന പ്രകൃതം ആളുടെ. ട്രീറ്റ് നടത്താൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ചെയ്ത ഹെൽപ്പിന് പ്രത്യുപകാരം ചെയ്യാൻ ഞങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ആ, നിങ്ങളുടെ കാറിന്റെ ടയർ പഞ്ചറല്ലേ? ഞാൻ അടുത്തെവിടെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ നോക്കിയിട്ട് വരാം. അതെ, ഇത്രയും നേരം നന്ദനെ കാണാതെ ദേവിക ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. വീണ്ടും ഇനി താൻ പോയി കഴിഞ്ഞാലേ ശ്രീമതിക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് താൻ ഇവിടെ തന്നെ നിൽക്കുന്നതാ നല്ലത്. വിരോധമില്ലെങ്കിൽ ആ കാറിന്റെ കീ ഇങ്ങോട്ട് തന്ന റിപ്പയർ ചെയ്യാനുള്ള ആളെ ഞാൻ വിളിച്ചോണ്ട് വരാം. ഒരു വിരോധമില്ല, പോയിട്ടോ. താങ്ക് യു. ഫോണിലൂടെ കാർ പഞ്ചറായ വിവരം അറിഞ്ഞതുകൊണ്ട് വന്ന വഴിക്ക് ഞാൻ വർക്ക്ഷോപ്പ് ഉണ്ടോ നോക്കിയാ വന്നത്. പക്ഷേ വരുന്ന വഴിക്കൊന്നും കണ്ടില്ല. ഓ, ആ അഭിമന്യു മുന്നോട്ട് പോയി നോക്കിയാൽ മതി. ഈ ഭാഗത്തല്ലേ? ആ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഓ, പോയിട്ട് വരാം. ശരി. ദേവികെ, ഞാൻ അനിയത്തിമാരെ ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാം. ആ ശരി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.